സ്കിൻ കെയർ സീരീസ് പാർട്ട് 2. കോമൺ ആയിട്ട് കാണുന്ന ചില സ്കിൻ കെയർ മിസ്റ്റേക്സ് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ലെമൺ ആണ്. ചെറുനാരങ്ങ നീര് ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിന് ഹാംഫുൾ ആണ്. അത് നിങ്ങൾക്ക് അസിഡിക് അല്ലാത്ത മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ലെമൺ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സെക്കൻഡ് വൺ ഗാർലിക് ആണ്. വെളുത്തുള്ളി ഡയറക്റ്റ് ആയിട്ട് പിമ്പിൾസിന് മേലേക്ക് ചിലർ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് സ്കിന്നിന് വളരെയധികം ഹാംഫുൾ ആണ്. നെക്സ്റ്റ് വണ് ഐസിംഗ് ആണ്. ഐസ് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു സോഫ്റ്റ് ക്ലോത്തിന്റെ ഉള്ളിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ അലോവേറ ജെൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം ഐസിംഗ് ചെയ്യാം. വേറൊരു കോമൺ ആയിട്ട് കാണുന്ന മിസ്റ്റേക്ക് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിങ് 2-3 മിനിറ്റിൽ കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ സ്റ്റീമിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കൂടുതൽ സമയം സ്റ്റീമിംഗ് ചെയ്താൽ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ്, മെലാസ്മ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ വെയിറ്റ് ഫോർ സ്കിൻ കെയർ സീരീസ് പാർട്ട് 3 and do follow our latest page.